തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം വി ബിനീഷ് ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയണൽ ചീഫ് ബ്രേക്ക് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് വിവരക്കണക്ക് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥ തന്നെ അങ്ങേയറ്റം മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓഫീസിനകത്തും ആ വകുപ്പിനകത്തും നടത്തുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ്. ആ വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് കീഴിൽ പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തുടർച്ചയായി അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നു. മാത്രമല്ല, ജൂലൈ മാസം 4-ാം തീയതി ആ ഓഫീസിനകത്ത് ഒരു വായനാ ദിനാചരണം വകുപ്പിൽ നടക്കുന്ന ഘട്ടത്തിൽ ആ വായനാ ദിനാചരണത്തിൽ ഈ ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസത്തെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിനെയും ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളെയും ഒക്കെ പൂർണ്ണമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. എന്നിട്ടും ഏതാണ്ട് 2.5 മാസം കഴിഞ്ഞിട്ടും ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം ബ്യൂറോ ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തത്. അതിലിപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളെ അധിക്ഷേപിച്ച സ്ഥിതിവിവരക്കണക്ക് വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥക്കെതിരെ നടപടി. വകുപ്പ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഷംജു BKക്ക് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ വി ബിനീഷ് തന്നെ നൽകുന്നുണ്ട്. ബിനീഷ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതാണ്, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. താങ്കളാണ് ഈ വാർത്ത കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴെന്തായാലും നടപടിയിലേക്ക് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തു. അന്നത്തെ ദിവസത്തിൽ ജനം ഡിബേറ്റ് വളരെ വിശാലമായി ചർച്ച ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഒരു നടപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ബിനീഷ്, തീർച്ചയായിട്ടും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ജനൻ TV വാർത്ത സംരക്ഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി ഇപ്പോൾ വകുപ്പിൽ നിന്ന് തന്നെ നടപടി ഉണ്ടായിരിക്കുന്നത്. സ്ഥിതിവിവരണ കണക്ക് വകുപ്പിലെ തന്നെ ഡയറക്ടർ ആദ്യം ഈ ഷംജു BKയോട് വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണം ഇതുവരെയും ഷംജു BK നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണം, ഒപ്പം തന്നെ വിശദീകരണം നൽകണം. ഈ ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്ന് വകുപ്പ് ഡയറക്ടർ നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ, ഷംജു BK എന്ന ഉദ്യോഗസ്ഥ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും സർക്കാർ തല നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ജൂലൈ 4-ന് വായനാ ദിനത്തിലാണ് ക്രിസ്തു മതവിഭാഗത്തെയും ഒപ്പം തന്നെ ഹിന്ദു മതവിഭാഗത്തിലെയും വിദ്വേഷ പ്രചരണം നടത്തുന്ന തരത്തിൽ മതവിഭാഗങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം ഷംജു BK എന്ന മുസ്ലിം വനിത അവിടെ നടന്ന പരിപാടിയിൽ, ഈ വായനാദിന പരിപാടിയിൽ നടത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ജനൻ TV വാർത്ത സംരക്ഷണം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ NGO സംഘ് ഈ സ്ഥിതിവിവരണ വകുപ്പിലെ ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു, വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. ഒപ്പം തന്നെ NGO സംഘ് ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി, പരാതി ഇപ്പോൾ ഫയലായിരിക്കുന്നു. ആ ഫയലിൻ്റെ അടിസ്ഥാനത്തിലും ജനൻ TV വാർത്തയുടെ ഇടപെടലിനെ തുടർന്നുമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി നേരിട്ട് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചത്. അന്ന് അവഹേളനം നടത്തിയത് ഇത്തരത്തിലായിരുന്നു. ക്രിസ്തു ഹിന്ദു മതവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് കൃഷ്ണനെയും ക്രിസ്തുവിനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗം ഇത്തരത്തിലായിരുന്നു. നമുക്ക് പറയാൻ സാധിക്കുക, പാളയം പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പാളയം പള്ളിയിൽ ക്രിസ്തു ഈ 2 കൈയും നീട്ടിയാണ് ആ നിൽക്കുന്ന ക്രിസ്തു രൂപമാണ് അവിടെ ഉള്ളത്. അതിനെ അവഹേളിക്കുന്ന തരത്തിൽ ആദ്യം നബിയും ക്രിസ്തുവും ഒപ്പം തന്നെ കൃഷ്ണനും ഒരുമിച്ച് ഗോലി കളിക്കാൻ പോയി. ആ ഗോലി കളിക്കുന്ന സമയത്ത് കൃഷ്ണൻ ഈ ഗോലി കളിയിൽ തോറ്റു, നബി ജയിച്ചു, ക്രിസ്തുവും തോറ്റു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണനോട് നബി പറഞ്ഞു ഗോലി കളിയുടെ ഭാഗമായി മുട്ടുവയ്ക്കാൻ. അത് സാധാരണഗതിയിൽ നമുക്കറിയാം. അങ്ങനെ മുട്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു എന്നായിരുന്നു ഈ മുസ്ലിം നാമധാരിയായ ഈ വനിത ഈ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത്. കൃഷ്ണൻ മുണ്ടു നോക്കി കാണിക്കാൻ പോയപ്പോൾ ക്രിസ്തു 2 കൈയും നീട്ടിക്കൊണ്ട് മുണ്ടു പൊക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രൂപമാണ് ഇപ്പോഴത്തെ പാളയം പള്ളിയിലെ രൂപം എന്നായിരുന്നു ക്രിസ്തു ഹിന്ദു മത വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം. ആ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ സ്ഥിതിവിവരണ കണക്ക് വകുപ്പിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴും 2.5 മാസം പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും അവിടെയുള്ള ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഉൾപ്പെടുന്നവരും
ഹിന്ദു മത വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരും ഒരുമിച്ചാണ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. ആ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ജനൻ TV ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതും. അതിന് തൊട്ടു പിന്നാലെയാണ് വകുപ്പ് ഡയറക്ടർ ഷംജു ബീഗയ്ക്കെതിരെ നടപടി അല്ലെങ്കിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയതും. തൊട്ടു പിന്നാലെ NGO സംഘ് ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി. ചീഫ് സെക്രട്ടറി നിലവിലെ സാഹചര്യത്തിൽ വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ആരാഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നാലും വകുപ്പ് തല നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ അത്യന്തം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു. അത് തന്നെയാണ്. അതായത് ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. നമുക്കറിയാം, കേരള പോലീസിനകത്ത് പച്ചവെളിച്ചം പ്രവർത്തിച്ചതിൻ്റെ ചരിത്രം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. പോലീസ് സംവിധാനങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്നു. ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള വാർത്തകൾ പോപ്പുലർ ഫ്രണ്ട് SDPI തീവ്രവാദികൾക്ക് അയച്ചു കൊടുക്കുന്നു. അത് പച്ചവെളിച്ചത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അടുത്തിടെ നേരെ ഇടുക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫയർഫോഴ്സ് സ്റ്റേഷനകത്ത് അല്ലെങ്കിൽ ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥർക്കിടയിൽ പന്നിമാംസം കഴിക്കാൻ പാടില്ല, അവിടെ ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് ആഹ്വാനം ചെയ്യുന്നു. നേരെ നമ്മൾ എറണാകുളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൃഷി വകുപ്പിൻ്റെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഒരു പരിപാടിയിൽ, സർക്കാർ പരിപാടിക്കകത്ത് ഹലാൽ ഭക്ഷണം കൊടുക്കണം എന്ന സർക്കുലർ കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനുശേഷമാണിപ്പോൾ ഈ സ്ഥിതിവിവരക്കണക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ഇത്തരത്തിൽ ബിനീഷ് സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ എത്രത്തോളം അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ പോകുന്നു എന്നത് കൃത്യമാണല്ലോ. എന്തായാലും വിനീഷ് നൽകിയ ഈ വാർത്തയെ തുടർന്ന് മാത്രമാണ്, അത് വലിയ തോതിൽ ചർച്ചയായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴൊരു നടപടിയുടെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ജനൻ TV വാർത്ത സംപ്രേഷണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടിയിലേക്ക് കടക്കുന്നത്. ഒപ്പം ഗൗതം സൂചിപ്പിച്ചതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ക്ഷീരവികസന വകുപ്പിലാണ്. ആ വാർത്തയും ഞാൻ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. ക്ഷീരവികസന വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇത്തരത്തിൽ ഹലാൽ ചിക്കൻ ഈ ക്ഷീരവികസന സംഗമത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ടെൻഡർ ഇറക്കുന്നത്. അന്നും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇത്തരത്തിലുള്ള മതപ്രീണനം നടത്തുന്ന തരത്തിലുള്ള ഈ ഒരു ടെൻഡർ ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ ജനൻ TV വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. അതിനെതിരെ നടപടി ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്ഷീരവികസന സംഗമവുമായി ബന്ധപ്പെട്ട് ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ, എറണാകുളം സിവിൽ സ്റ്റേഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇത്തരത്തിലുള്ള നിലവിലെ ഹലാൽ ചിക്കൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ടെൻഡർ നൽകുന്നത്. അത് ഹലാൽ ചിക്കനും ഹലാൽ ചിക്കൻ ബിരിയാണിയും വേണമെന്നായിരുന്നു ആ ടെൻഡർ. അവസാനം ജനൻ TV വാർത്തയുടെ ഇടപെടലിനെ തുടർന്ന് അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രധാന വകുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു മതവിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. പ്രത്യേകിച്ച് വായനാ ദിനത്തിലെ പൊതുപരിപാടിയിലുള്ള പരാമർശം നടക്കുന്നതും. ആ പരാമർശം നടന്ന് 2.5 മാസം ഈ ഉദ്യോഗസ്ഥയെ ഉന്നത CPM നേതാക്കളുടെ ബന്ധം കാരണം അവിടെയുള്ള മറ്റു ഇതര മതസ്ഥിൽപ്പെട്ട ജീവനക്കാർ പരാതി നൽകിയിട്ടും ഡയറക്ടറോട് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യമുണ്ടായി. അതാണ് ജനൻ TV പുറം ലോകത്തേക്ക് എത്തിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സ്ഥിതിവിവരണ കണക്കിലെ വകുപ്പിൽ തന്നെ ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഈ മതവിഭാഗത്തിൽപ്പെടുന്ന വരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നിലവിലെ സാഹചര്യത്തിൽ ഇവർക്ക് ഈ ഉദ്യോഗസ്ഥരുടെ ഓഫീസിലെ ജീവനക്കാരുടെ എല്ലാവരും ഒരുമിച്ചുള്ള വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ മറ്റു ഇതര മതസ്ഥരുടെ, പ്രത്യേകിച്ച് വിനായക ചതുർത്ഥി ദിനത്തിൽ ആശംസകൾ നേർന്ന ഹിന്ദു ഉദ്യോഗസ്ഥനെ അവിടെയുള്ള മറ്റ് ഇതര പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ വിലക്കി എന്ന് സംബന്ധിച്ചുള്ള പരാതിയും ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നബിദിനത്തിൽ ആശംസകൾ ഇട്ടവർ വിനായക ചതുർത്ഥിയിലും ഒപ്പം ക്രിസ്മസിനും മറ്റു ഇതര മതസ്ഥരുടെ ആഘോഷ പരിപാടികളിലും ആശംസകൾ ഇടുമ്പോൾ അതിനെ വിലക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങനെ ഗുരുതരമായ ആക്ഷേപം ഒരു പ്രധാനപ്പെട്ട വകുപ്പിൽ, സർക്കാർ ജീവനക്കാരുടെ വകുപ്പിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ തെളിവുകൾ
അടക്കമാണ് ജീവനക്കാർ ഡയറക്ടർക്ക് മുന്നിൽ പരാതി നൽകിയത്. അത് ആദ്യഘട്ടത്തിൽ ഫലം കണ്ടില്ല. ഫലം കാണാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നതും. തുടർന്ന് NGO സംഘ് ഈ വിഷയത്തിൽ ഇടപെടുകയും NGO സംഘ് നിലവിൽ ചീഫ് സെക്രട്ടറിക്ക് ജനൻ TV വാർത്ത സംരക്ഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ പരാതി നൽകുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിയോട് വിഷയങ്ങൾ ആരാഞ്ഞിരിക്കുന്നു. ഇത് എന്തായിരുന്നാലും നിയമപരമായ ഫയൽ എന്ന് തന്നെയാണ് നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാരും കടക്കുന്നു. ഗത്യന്തരമില്ലാതെ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ. ഗൗതം, വളരെ നന്ദി വി ബിനീഷ്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ബ്രേക്ക് ചെയ്തത്. അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്ഥിതിവിവര കണക്കിൽ വർഗീയ ശക്തികൾ വലിയ തോതിലുള്ള കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു. ജിഹാദി ശക്തികൾ വലിയ സ്വാധീനമുണ്ടായിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥ തന്നെ ഇതിന് നേരിട്ട് നേതൃത്വം നൽകുകയാണ്. ഒരു ഓഫീസിനകത്ത് തന്നെ വേർതിരിവുണ്ടാക്കിക്കൊണ്ട് അവിടെ നടക്കുന്ന പൊതുപരിപാടികളിൽ മറ്റ് മതവിഭാഗക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുക, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മുസ്ലിം ഇതര മതവിഭാഗങ്ങളുടെ ആശംസകൾ പോലും ഇടാൻ പാടില്ലെന്ന് പറയുക, ആ ഓഫീസിനകത്തുള്ള അല്ലെങ്കിൽ ആ വകുപ്പിലുള്ള മുസ്ലിങ്ങളെ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇതൊക്കെ ഈ സമൂഹത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇതിനെ പറയേണ്ടത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ കൃത്യമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ തന്നെ കയറി ഇത് ചെയ്യുന്നത് ഇവിടെ ജിഹാദി ശക്തികൾക്ക് എന്തുമാകാം എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ ജനം TVയുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകും. ഇത്തരം വാർത്തകൾ ഞങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കും എന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നത്.